ചേട്ടാ ചേട്ടാ, കൺഗ്രാജുലേഷൻസ്. ഓ, ഒന്നും അറിയാത്തതുപോലെ. എന്നാലും ഒരേ മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഞാനിത് മനസ്സിലാക്കാൻ ഇത്ര വൈകിയല്ലോന്നാ. ഏത് ചേട്ടന്റെ റൊമാൻസേ? കണ്ടോ ആ വിവരം പറഞ്ഞപ്പോ ചേട്ടന്റെ മുഖത്ത് പ്രസാദം. ഓ, ഒക്കെ ഞാൻ അറിഞ്ഞു. ഒരാള് പറഞ്ഞു. ആരാ? ചേട്ടൻ തന്നെ പറഞ്ഞു. ആരായിരിക്കും? മുത്തച്ഛനാണ്. പിന്നെ മിസ് രോഹിണി മേനോൻ. സത്യം? എപ്പോ എപ്പോ എങ്ങനെ എന്നോട് പറഞ്ഞേ? അത് അല്ല, നമ്മൾ തമ്മിൽ ഇനി ഒളിച്ചു കളിക്കേണ്ട കാര്യം എന്താണ്? ഞാനും ഊർമിളയും തമ്മിൽ റൊമാൻസിന്റെ ലൈനിലാണെന്ന് ചേട്ടനറിയാമല്ലോ. ഊർമിളയെ കാണാൻ ചെന്നപ്പോ ചേച്ചി ചേട്ടനെ പറ്റി ഒരുപാട് ചോദിച്ചു. അപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പറിയുന്നേ. സമ്മതിച്ചു വന്നിരിക്കുന്നു. ചേട്ടന്റെ സെലക്ഷൻ ഉഗ്രൻ. പിന്നെ ചേച്ചി ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? ചേച്ചിക്ക് ഇനി അധിക നാളിങ്ങനെ കാത്തിരിക്കാൻ വയ്യെന്നും ചേട്ടൻ ഉടനെ വിവാഹത്തിനുള്ള മുൻകൈ എടുക്കണമെന്ന്. അല്ല, അച്ഛനെയും മുത്തച്ഛനെയും കൂട്ടിക്കൊണ്ട് ഫോർമലായിട്ട് പെണ്ണ് കാണാൻ ചെല്ലണം. നാളെ ഉറപ്പിക്കണം. സോ സിമ്പിൾ. പിന്നൊരു കാര്യം, ചേച്ചി ഇങ്ങനെ റൊമാൻസിലാണെന്ന കാര്യം അവിടെ ആർക്കും അറിയില്ല, ഊർമിളയ്ക്ക് പോലും. ചേച്ചിക്ക് പുരുഷനെ ഇഷ്ടമല്ല, കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന പാർട്ടിയല്ലേ. പെട്ടെന്ന് പരസ്യമായിട്ട് കാല് മാറാൻ ഒരു ചാളിപ്പ്. ഇതിനു മുമ്പ് ചിലർ പെണ്ണ് കാണാൻ വന്നിട്ട് ഭയങ്കരമായി വധിച്ചു വിട്ടതാണ്. അതുകൊണ്ട് ചേട്ടൻ വരുമ്പോഴും വലിയ താല്പര്യമില്ലാത്ത മട്ടിലേ ചേച്ചി നിൽക്കൂ. കുറച്ചൊക്കെ മുഷിഞ്ഞു പെരുമാറിയെന്നും വരും. ചുമ്മാ ആളുകളെ ബോധിപ്പിക്കണമല്ലോ, അതിനു വേണ്ടിയാ. പക്ഷെ അതിലൊന്നും ചേട്ടന് വിഷമം തോന്നരുത്. ചേച്ചി മുൻകൂറായിട്ട് ഇപ്പോഴേ ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. സോ ഉടനെ അച്ഛനെയും മുത്തച്ഛനെയും കയ്യിലെടുക്കുക, കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. മോളെ, വരുന്ന ആലോചനകൾ മുഴുവൻ നീ ഇങ്ങനെ തട്ടിക്കളയാൻ തുടങ്ങിയാലോ? ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ അമ്മയ്ക്ക് പേടിയാ. ദൈവത്തെ ഓർത്ത് നീ വേഷമൊക്കെ മാറി ഒരു സാരി എടുത്തുടുത്തേ. അവരുടെ അപ്പുറത്ത് കാത്തിരിക്കുക. എന്നെ പെണ്ണ് കാണാൻ വരാൻ ആ മറങ്ങിയോടന് എങ്ങനെ ധൈര്യം വന്നു? മോളെ, ദൈവത്തെ മറന്നൊന്നും പറയരുത്. നീ ആ സാരി എടുത്തുടുക്കുന്നുണ്ടോ ഇല്ലയോ? സാരിയും മുണ്ടൊന്നും വേണ്ട. എന്നെ ഈ വേഷത്തിൽ കാണാമെങ്കിൽ കണ്ടാ മതി. ഇവളെ കൊണ്ട് ഞാൻ തോറ്റില്ല ഭഗവതി. നോക്കിക്കോ, അയാൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എന്നോടെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓ പിന്നെ, ചോദിക്കാനും പറയാനും എന്താ ഉള്ളത്? ഇതൊരു ചടങ്ങ് മാത്രമല്ല. എന്നാൽ എനിക്ക് ചിലത് ചോദിക്കാനും പറയാനുണ്ട്. അതിനെന്താ, ആയിക്കോട്ടെ. എന്നെ വിവാഹം കഴിക്കുന്നയാൾ ഒരിക്കലും എന്നെ ഭരിക്കാൻ വരരുത്. ഗുരുവായൂരപ്പാ, ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കൂ. നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിച്ചെന്ന് വരില്ല. പലപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കേണ്ടി വരും. ഏയ്, ഇതിലിപ്പോ എന്താ ഇത്ര പറയാൻ? നമ്മൾ തമ്മിലല്ലേ. രോഹിണിക്ക് എങ്ങനെയൊക്കെ ഇഷ്ടാച്ചാൽ അങ്ങനെയൊക്കെ ആവും. ഒന്നും പേടിക്കണ്ട, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. കോഡ് ഭാഷ. കോഡ് ഭാഷ, കോഡ് ഭാഷ. ഗുരുവായൂരപ്പാ. നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടിലെയോ ഒരു ജോലിയും ചെയ്യാൻ എന്നെ പ്രതീക്ഷിക്കരുത്. വേണ്ടേ? ആരാ ഇപ്പൊ പറഞ്ഞത് വേണം? അതെ, എന്നെ മാനമായി പോറ്റാൻ നിങ്ങൾക്ക് കഴിയുമെന്നതിന് വ്യക്തമായ ഉറപ്പ് വേണം. നമ്മുടെ ജോയിന്റ് അക്കൗണ്ടിൽ ബാങ്കിൽ 1,00,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യണം. എങ്കിലേ വിവാഹത്തിന് ഞാൻ സമ്മതിക്കൂ. പല ഇനത്തിലും കണ്ടിട്ടുണ്ട്.
പക്ഷെ കല്യാണത്തിന് മുമ്പ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആവശ്യപ്പെടുന്ന ഒരു പെങ്കൊച്ചിനെ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് തന്നെ ആയാലും ഞാൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ. രോഹിണി ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതിനവൾ 5ഉം 10ഉം രൂപയല്ല ചോദിക്കുന്നത്, 1 ലക്ഷമാ. അത്രയും കാശ് ഇവിടെ ആരാ ഒരുമിച്ച് കണ്ടിരിക്കുന്നത്? 1 ലക്ഷം രൂപ വേണ്ടു. അതിനുള്ള വകുപ്പ് ഈ പത്രത്തിലുണ്ട്. നോക്കി നോക്കി. എന്താ അതിലുള്ളത്? വായിക്കൂ. അഖില ലോക മല്ലയുദ്ധവീരനായ പഞ്ചാബ് സിംഹം അലീം ഖാൻ ഇതാ നിങ്ങളുടെ നഗരത്തിൽ. 27-ാം തീയതി ചേലക്കര മൈതാനത്ത് വെച്ച് നടക്കുന്ന ഗുസ്തി മത്സരത്തിൽ ഇയാളെ തോൽപ്പിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ സമ്മാനമായി നൽകുന്നതാണ്. അതിന് നമുക്ക് എങ്ങനെയാണ് 1 ലക്ഷം രൂപ കിട്ടുന്നത്? അയാളെ തോൽപ്പിക്കണം. ആര്? ചേട്ടൻ. ഞാനോ? ആ നോക്കി. ഒയ്യോ നമ്മ ഇയാളെ കണ്ടാൽ തന്നെ പേടിയാവും. ഞാനില്ല മുത്തച്ഛ. ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോൾ നല്ലൊരു കുസ്തിക്കാരനായിരുന്നു. ഞാൻ പഠിപ്പിക്കാം ഉണ്ണിയെ കുസ്തി. വേണ്ട മുത്തച്ഛ. ഒന്നും പേടിക്കാനില്ല, ഞാൻ പഠിപ്പിക്കാം. ഉണ്ണി ബസ്കറ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്യും. തിരിഞ്ഞേക്കും. മുന്നോട്ട് നീങ്ങും, മുന്നോട്ട് നീങ്ങും. ഇങ്ങനെ കൈ വെക്കും. 1 2 3. ഇങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ എഴുന്നേക്കുണ്ണി വഴി പറഞ്ഞു. അങ്ങനെ. അയ്യോ എനിക്ക് വേണ്ട കുസ്തി. മുന്നോട്ട് വരും, മുന്നോട്ട് വരും. തോളി കഴിക്കും, തോളി കഴിക്കും. 1 2 3. വെരി ഗുഡ്, വെരി ഗുഡ്. Get up, get up, get up. ഇതാണ് ഡോങ്കി. Ready? തോളി കഴിക്കും. 1 2 3. വെരി ഗുഡ്. ഇത് വേറെ ലോക്ക. ready, ready. മാന്യ മഹാജനങ്ങളെ, പഞ്ചാബ് സിംഹം അലി ഖാനും ഹൈദരാലി ഉസ്താദ് ഭീമരാജും തമ്മിലുള്ള മത്സരം തുടങ്ങിക്കഴിഞ്ഞു. കാണാൻ ആഗ്രഹിക്കുന്നവർ മടിച്ചു നിൽക്കാതെ ടിക്കറ്റ് എടുത്ത് വേഗം വേഗം അകത്ത് വരിക. ഈ അപൂർവാവസരം പാഴാക്കാതിരിക്കുക. അടുത്തത് ആര്? ആര്? പഞ്ചാബ് സിംഹത്തിനോട് കൈ കൊടുക്കാൻ ധൈര്യമുള്ളവർ വരിക. കിട്ടുന്നത് 1 അല്ല 2 അല്ല 1 ലക്ഷം. 1 ലക്ഷം രൂപ. പഞ്ചാബ് സിംഹം അലറുന്നു. ആരുണ്ട്? ആരുണ്ട്? അയ്യോ അവനെ കൊല്ലും. ആ പ്രാണുള്ള കയ്യിലെ കാലം മുഴുവനല്ലേ? അയ്യോ പഞ്ചാബ് സിംഹം അലറുന്നു. ആരുണ്ട്? ആരുണ്ട്? ആരുമില്ലേ? ആരുണ്ട്? ഇതാ വരുന്നു.
Get up. Get up. എന്നെ കൊല്ലും. ഞാൻ